ലോക അനസ്തീസിയ ദിനത്തോടനുബന്ധിച്ച് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ സനീഷ് PJ സംസാരിക്കുന്നു. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഒരു അനസ്തീസിയ ഡോക്ടറുടെ സേവനം ഈ അടുത്ത കാലത്ത് ആവശ്യമായി വന്നത്? ഇപ്പോൾ ചിലരെങ്കിലും തനിക്കോ തൻ്റെ വേണ്ടപ്പെട്ടവർക്കോ സർജറി അഥവാ ശസ്ത്രക്രിയ ഉണ്ടായിരുന്നോ എന്നായിരിക്കും ഓർമ്മയിൽ ചികഞ്ഞത്. നമ്മുടെ പ്രിയപ്പെട്ട കഥാകാരൻ MT വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രം പറയുന്നത് പോലെ, നിങ്ങൾ ചിന്തിച്ചത് ശരിയാണ്, തെറ്റുമാണ്. ഈ ധാരണയും ധാരണാ പിശകുകളും ഒന്ന് ആഴത്തിൽ ചിന്തിക്കാനാണ് ഈ വർഷത്തെ വേൾഡ് അനസ്തീസിയ ഡേ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. അനസ്തീസിയോളജി ഇൻ ഹെൽത്ത് എമർജൻസീസ് അഥവാ അടിയന്തര തീവ്ര പരിചരണം വേണ്ട സന്ദർഭങ്ങളിൽ അനസ്തീസിയ ഡോക്ടർമാരുടെ സേവനങ്ങളെപ്പറ്റി സമൂഹത്തിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കുന്നതിനായാണ് ആഗോളതലത്തിൽ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഏതാനും മിനിറ്റുകൾ എനിക്ക് തരൂ. നമുക്കൊന്നിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വേഗം ഒന്ന് പോയി വരാം. മനുഷ്യൻ വേദനയെ അതിജീവിക്കാൻ അഥവാ വേദനയില്ലാതെ തന്നെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കുവാൻ വേണ്ട ചികിത്സകൾ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ എന്നാണ് തുടങ്ങിയതെന്ന് അറിയാമോ? ഈതർ ഡേ എന്ന് വിളിക്കുന്ന ഒക്ടോബർ 16 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ചരിത്രത്തിലെ ആദ്യത്തെ വിജയകരമായ ഈതർ അനസ്തീസിയ പ്രയോഗമായിരുന്നു. ബോസ്റ്റൺ മാസച്യൂസെറ്റ്സിൽ 1846 ഒക്ടോബർ 16 വില്യം TG മോർട്ടൺ ലോകത്തിനു മുന്നിൽ അനാവരണം ചെയ്തത് വേദനയില്ലാതെ ഒരു രോഗിയുടെ കഴുത്തിലെ മുഴ നീക്കം ചെയ്യാൻ ആകും എന്ന വിസ്മയകരമായ നാഴികക്കല്ല് മാത്രമല്ല, പിന്നീട് ഇങ്ങോട്ട് ആധുനിക വൈദ്യശാസ്ത്രം ഹൃദയമുൾപ്പെടെ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയിൽ വരെ എത്തിയതിന് തുടക്കം കുറിക്കുകയായിരുന്നു എന്ന് തന്നെ പറഞ്ഞൂടെ? 1.5 നൂറ്റാണ്ടിലേറെയേ അനസ്തീസിയയ്ക്ക് ചരിത്രമുള്ളൂ എങ്കിലും കഴിഞ്ഞ 30-40 വർഷങ്ങളിൽ വമ്പൻ പുരോഗതിയാണ് കൈവരിച്ചത്. ടെക്നോളജിയുടെ വളർച്ച വളരെയധികം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ പ്രസക്തമായത്. ഇനി എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരു 5 വർഷത്തോളം പുറകിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് എളുപ്പം മനസ്സിലാക്കാം. അതെ, ലോകം മുഴുവൻ സ്തംഭിച്ചു നിന്ന COVID-19 മഹാമാരിയുടെ ദിവസങ്ങളും മാസങ്ങളും നമുക്ക് ഓർക്കാൻ തന്നെ വിഷമമുള്ള കാലഘട്ടം. ഓക്സിജന് വേണ്ടി, ജീവന് വേണ്ടി കുറഞ്ഞ വിഭവശേഷിയുള്ള രാജ്യങ്ങൾ മാത്രമല്ല, വികസിത രാജ്യങ്ങളും നന്നേ വിഷമിച്ചു പോയ ദിനങ്ങൾ. ആ അവസരത്തിൽ മികച്ച രീതിയിൽ സേവനം നടത്തിയ ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് അനസ്തീസിയ ഡോക്ടർമാരായിരുന്നു. ആതുര ശുശ്രൂഷ രംഗത്ത് കൂടുതൽ പേരെ പ്രാപ്തരാക്കുവാൻ, അറിവും പരിശീലനവും കൊടുക്കാൻ, അങ്ങനെ കൂടുതൽ പേർക്ക് മെച്ചപ്പെട്ട തീവ്ര പരിചരണം ഉറപ്പാക്കി മരണനിരക്ക് കുറയ്ക്കാൻ PPE കിറ്റുകളും കൊറോണ ഭീതിയും അടക്കി വാണ അവസരത്തിൽ അനസ്തീഷ്യ ഡോക്ടർമാർക്ക് കഴിഞ്ഞു. ഒരു പക്ഷേ സമൂഹം അനസ്തീഷ്യ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ തിയേറ്ററിന് പുറത്ത് എന്തൊക്കെ ചെയ്യാനാകും എന്ന് തിരിച്ചറിഞ്ഞ അവസരം കൂടിയായിരുന്നു അത്. ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. എപ്പോഴാണ് നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് ഒരു അനസ്തീസിയ ഡോക്ടറുടെ സേവനം ഈ അടുത്ത കാലത്ത് ആവശ്യമായി വന്നത്? സർജറിയോട് അനുബന്ധിച്ചല്ലാതെ ഒട്ടേറെ അവസരങ്ങളിൽ അനസ്തീസിയ ഡോക്ടർമാർക്ക് സേവനം നൽകാനാകും എന്നതാണ് വസ്തുത. ഞങ്ങളെ കാഷ്വാലിറ്റി അഥവാ അത്യാഹിത വിഭാഗത്തിൽ കാണാനാകും. ഹൃദയസ്തംഭനത്തിൻ്റെ മേന്മയുള്ള ചികിത്സയായ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാർഡിയാക് കാത്ത് ലാബിൽ സേവനത്തിനായി കണ്ടുമുട്ടാം. ICU അഥവാ തീവ്ര പരിചരണ വിഭാഗത്തിൽ ആവശ്യമായി വരാം. ബേൺസ് കെയർ എന്ന് പറയുന്ന ഗുരുതരമായ പൊള്ളലേറ്റവരുടെ ചികിത്സയിൽ തിയേറ്ററിനകത്തും പുറത്തും അനസ്തീസിയ ഡോക്ടർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകും. എന്തിനേറെ, ആശുപത്രി വാർഡുകളിൽ വരെ രോഗിയുടെ നില അപകടത്തിലാകുന്നത് സാധ്യത നേരത്തെ കണ്ടെത്തി ആവശ്യമായ ഇടപെടൽ നടത്തി കൃത്യമായ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് എത്തിക്കാനും അനസ്തീഷ്യ ഡോക്ടർമാരുടെ സേവനം നൽകാറുണ്ട്. ഈ വർഷത്തെ ലോക അനസ്തീഷ്യ ദിനം ഈ വസ്തുതയാണ് സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഇത് വെറുമൊരു പ്രചാരണമായി കാണരുത് കേട്ടോ. വളരെയേറെ ശാസ്ത്രീയ പഠനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എസെൻഷ്യൽ എമർജൻസി ആൻഡ് ക്രിട്ടിക്കൽ കെയർ എന്നൊരാശയം ലോകമെമ്പാടും ചർച്ച ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. ലളിതമായ രീതിയിൽ ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു മരത്തണലിലേക്ക് മാറിയിരിക്കാം. ഈ തണലിൽ കടുത്ത വെയിലിൽ നിന്ന് സംരക്ഷണമുണ്ട്. സുഖശീതളമായ കാറ്റേറ്റ് വിശ്രമിക്കാം. ക്ഷീണമകറ്റി യാത്ര തുടരാനുള്ള ഊർജം നേടി യാത്ര തുടരുകയുമാകാം. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളും ഈ മരത്തണൽ പോലെയാണ് നമുക്ക് സേവനങ്ങൾ നൽകുന്നത്. എന്നാൽ ഈ വൃക്ഷത്തിൻ്റെ
വേരുകൾ ആഴത്തിലുള്ളതും ശക്തവുമല്ലെങ്കിൽ അത് കടപുഴകി വീണ് ഒരു ദുരന്തമായി തന്നെ മാറാം. അതായത് വമ്പൻ ICUവും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ഉണ്ടെങ്കിലും അടിസ്ഥാന ചികിത്സാ സംവിധാനങ്ങൾ, മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ അറിവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതിലൂടെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൻ്റെ വേരുകൾ കൂടുതൽ സുദൃഢമാക്കേണ്ടതുണ്ട്. വിവിധ രാജ്യങ്ങളിലെ പഠനങ്ങൾ കാണിക്കുന്നത് അടിസ്ഥാന ആരോഗ്യ കേന്ദ്രങ്ങളിൽ രോഗികളുടെ ആരോഗ്യനില വഷളാകുന്നത് നേരത്തെ കണ്ടെത്താൻ സഹായിക്കുന്നതും എന്നാൽ വലിയ ചിലവില്ലാത്തതുമായ പൾസ് ഓക്സിമീറ്റർ, ECG മോണിറ്റർ, ഓക്സിജൻ മാസ്ക്, ഓക്സിജൻ നൽകാനുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ ഉറപ്പുവരുത്തിയാൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കും ആവശ്യമായ പരിശീലനം നൽകാനായാൽ കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തി വിലയേറിയ ജീവനുകൾ രക്ഷിക്കാനാകും. ആ നിലയിൽ ആരോഗ്യരംഗം ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള സന്ദേശമാണ് ഈ വർഷത്തെ ലോക അനസ്തീസിയ ദിനം നൽകുന്നത്. എസെൻഷ്യൽ അഥവാ അത്യാവശ്യ ഉപകരണങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തീവ്ര പരിചരണ രീതികൾ എന്നിവയിൽ പരിശീലനം നൽകാൻ മുന്നോട്ട് വരാൻ ലോകമെമ്പാടുമുള്ള അനസ്തീസിയ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്യുക കൂടിയാണ് ഈ വർഷത്തെ ലോക അനസ്തീഷ്യ ദിനം. ഈ അവസരത്തിൽ ആരോഗ്യ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ, നമ്മൾ ഇരിക്കുന്ന ഈ മരത്തണലിൻ്റെ സുരക്ഷിതത്വം, അതിൻ്റെ വേരുകളുടെ ആഴവും ഉറപ്പും അതുള്ളതുകൊണ്ടല്ലേ നിപ്പയുടെയും കോവിഡിൻ്റെയും മഹാമാരിയെ നാം നേരിട്ടത്? നമ്മുടെ ടെർഷറി കെയർ അഥവാ സൂപ്പർ സ്പെഷ്യാലിറ്റി ICUവിൻ്റെ മാത്രം മേന്മയല്ല, അത് നമ്മുടെ അടിസ്ഥാന ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂടി പങ്കാളിത്തമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവൻ രക്ഷാ പരിചരണങ്ങളുടെ അറിവും പരിശീലനവും നമ്മുടെ പൊതുജന ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു. ആരോഗ്യ പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളിലേക്കും പ്രാഥമിക ജീവൻ രക്ഷാ അറിവുകൾ എത്തിക്കാൻ അനസ്തീസിയ ഡോക്ടർമാർക്കും വലിയൊരു പങ്ക് വഹിക്കാനാകും. ഇനിയൊരു മഹാമാരി വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ഒന്നായി ഈ മരത്തണലിലിരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് തണലേകുന്ന മരത്തിൻ്റെ പോഷണവും വേരുകളുടെ പരിപാലനവും ശ്രദ്ധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട്. അങ്ങനെ കൃത്യമായ തയ്യാറെടുപ്പോടെ ഓരോ ജീവനും നമുക്ക് ചേർത്ത് പിടിക്കാം. ലോക അനസ്തീസിയ ദിനത്തിൻ്റെ ആശംസകളോടെ നന്ദി, നമസ്കാരം. ലോക അനസ്തീസിയ ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് അനസ്തീസിയോളജിസ്റ്റ് ഡോക്ടർ സനീഷ് PJ. ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന് തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്. പ്രകാശധാര